നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെയും അടിച്ചു ഇരട്ട ഗോളുകൾ. കിലിയൻ എംബാപ്പെ ഇതെന്ത് ഭാവിച്ചാണ്? വല്ലാത്തൊരു ഗോളടിച്ചു കൂട്ടലാണിത്. ഈ സീസണിലിപ്പോൾ എംബാപ്പെ 6 UCL മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു. അദ്ദേഹമാണ് ഈ സീസണിലെ UCL ടോപ്പ് സ്കോറർ, ഫസ്റ്റ് ഇൻ ദി കോമ്പറ്റീഷൻ. ഓരോ 48 മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോൾ വരുന്നുണ്ടെന്നർത്ഥം. 36 ഷോട്ടുകൾ ഉയർത്തതിൽ 20 എണ്ണവും ഓൺ ടാർഗറ്റ്. 67% ബിഗ് ചാൻസിൻ്റെ കൺവേർഷൻ റേറ്റ്. 22 കീ പാസുകൾ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനിൽ ആ കാര്യത്തിലും അദ്ദേഹം മുന്നിലാണ്. 13 സക്സസ്ഫുൾ ട്രിപ്ലിങ്ങുകൾ. അപ്പോൾ എംബാപ്പെ ഈ സീസണിൽ UEFA ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് നേടിയ ഗോളുകളുടെ 58% സ്വന്തമായിട്ട് നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? 11 ഗോളുകളായി കഴിഞ്ഞു ഈ സീസണിൽ. റയൽ മുന്നോട്ട് പോകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായ ഈ ഘട്ടത്തിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ റെക്കോർഡ് സേഫ് അല്ല. ഒരു സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം UEFA ചാമ്പ്യൻസ് ലീഗിൽ ആരാണ്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2013-14 സീസണിൽ അദ്ദേഹം 17 ഗോളുകൾ അടിച്ചു. ആ കാര്യത്തിൽ രണ്ടാമത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2015-16 16 ഗോൾ അടിച്ചു. മൂന്നാമതാരാണ്? അതും ക്രിസ്ത്യാനോ തന്നെയെന്നേ. 2017-18 15 ഗോളുകൾ. റോബർട്ട് ലെവൻഡോസ്കിക്കും ഉണ്ട് 15 ഗോളുകൾ. അത് 2019-20 ബെൻസിമക്കും ഉണ്ട് 15 ഗോളുകൾ. അത് 2021-22 സീസണിലാണ്. പിന്നെ ലിയോ മെസ്സി 11-12 സീസണിൽ 14 ഗോളുകളുണ്ട്. അതുപോലെ ലെവൻഡോസ്കി 21-22 സീസണിൽ 13 ഗോളുകളുണ്ട്. റാഫീഞ്ഞ 24-25 സീസണിൽ 13 ഗോളുകളുണ്ട്. ഗിറാസി 24-25 സീസണിൽ 13 ഗോളുകളുണ്ട്. റൂട്ട് വാൻ നെസ്റ്റൽറോയ് 2002-2003 സീസണിൽ 12 ഗോളുകളുണ്ട്. അപ്പോഴാണ് കിലിയൻ 2025-26 സീസണിൽ 11 ഗോളുകളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. വെറും 6 കളിയിൽ നിന്നാണ് ഈ 11 ഗോളുകൾ വന്നിരിക്കുന്നത്. ഈ പോക്ക് പോയാൽ ആ റെക്കോർഡ് അവൻ സ്വന്തം പേരിലേക്ക് മാറ്റിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് എടുത്താലോ? എംബാപ്പെ ഈ ചെറിയ പ്രായത്തിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. 66 UCL ഗോളുകൾ അവൻ്റെ പേരിലുണ്ട്. അവൻ്റെ മുന്നിലുള്ളത് ഒന്ന് റൗൾ ഗോൺസാലസ് ആണ്. 71 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അത് ഇപ്പോൾ അനായാസം മറികടക്കുമെന്ന് ഉറപ്പാണ്. 4ാം സ്ഥാനത്ത് ബെൻസീമയാണ് 90 ഗോളുകൾ. 3ാം സ്ഥാനത്ത് ലെവൻഡോസ്കിയാണ് 105 ഗോളുകൾ. 2ാമത് ലയണൽ മെസ്സിയാണ് 129 ഗോളുകൾ. 1ാമത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 141 ഗോളുകൾ. അപ്പോൾ കരിയർ ഇങ്ങനെ പ്രൊലോങ്ഡായിട്ട് കിടക്കുകയാണ്. അതൊക്കെ പരിക്കൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ CR7 ഓൾ ടൈം ടോപ്പ് സ്കോർ എന്ന റെക്കോർഡും എംബാപ്പെ മറികടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിന് വേണ്ടത് കൺസിസ്റ്റൻസിയും ലോങ്ങിവിറ്റിയുമാണ്. അതാണ് CR7 പ്രത്യേകത. CR7 ഐഡലായി കാണുന്ന എംബാപ്പെ ആ റെക്കോർഡ് തകർത്താൽ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടാവുകയുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.